ലണ്ടനാണ് ഇതുപോലെ 3 പ്രാവശ്യം വേദിയായ മറ്റൊരു മത്സരങ്ങളിൽ 26 രാജ്യങ്ങളിൽ നിന്നും 1500 കായിക താരങ്ങളാണ് ഈ ഒളിമ്പിക്സിൽ മാറ്റുരയ്ക്കാനായി വിവിധ രാജ്യങ്ങളിൽ നിന്നും പാരീസിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒളിമ്പിക്സിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1994 ആദ്യത്തെ പാരീസ് ഒളിമ്പിക്സ് നടന്നപ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത റിസർവേഷൻ കൊടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് ആയിരുന്നു അത്. ഇന്ന് വീണ്ടും മറ്റൊരു വലിയ പ്രത്യേകതയുമായിട്ടാണ് പാരീസിൽ ഈ ഒളിമ്പിക്സിന്റെ തിരുനാളം കൊടുക്കപ്പെടുന്നത്. അത് സ്ത്രീ പ്രാതിനിധ്യം 50-50 ആക്കുകയാണ്. അതായത് ഇക്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ജെൻഡർ ഇക്വാലിറ്റി അത് പൂർണ്ണമായി നടപ്പിലാക്കുന്ന ആദ്യത്തെ ഒളിമ്പിക്സായി മാറുകയാണ് ഈ ഒളിമ്പിക്സ്. 2024 ഇപ്പോൾ നടക്കുന്ന പാരീസിൽ ഇന്ന് നടക്കുന്ന ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ജെൻഡർ ഇക്വാലിറ്റി ഈക്വലൈസ് 50-50. ഇനി ആൺകുട്ടി വ്യത്യാസം ഇല്ല. അതുപോലെ നിങ്ങൾക്കറിയാം ഈ ഒളിമ്പിക്സ് 4 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. ആദ്യത്തെ സെയിം മാതൃകയിൽ അതേ മാതൃകയിൽ സ്കൂളിലും ഒളിമ്പിക്സ് നടത്തുന്നതിന് ഗവൺമെന്റ് തീരുമാനിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി സ്കൂൾ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇന്നാണ്. അതിന്റെ ഒരു ഭാഗമായി മാത്രമാണ് ഇന്ന് തിരിച്ചരിച്ച് ദീപശിഖ തിരിതെളിക്കുന്നത്. സ്കൂൾ ഒളിമ്പിക്സിന്റെ തുടക്കം കുറിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ അസംബ്ലിയാണ് ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദീപശിഖ തെളിക്കപ്പെടും. അതോടുകൂടി നമ്മുടെ കേരളത്തിലെ കായിക മാമാങ്കം തുടങ്ങുകയായി. ഇനി നല്ലൊരു സ്പോർട്സുകൾക്ക് വേണ്ടി കായിക മേളകൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ മുതൽ അതിന് വിവിധ വേദികൾ ഒരുക്കപ്പെടുകയാണ്. എല്ലാവർക്കും സ്കൂൾ ഒളിമ്പിക്സ് കായികമേളയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. പാരീസ് ഒളിമ്പിക്സിന്റെ ആരംഭത്തോടെ ലോകമാകെ കായിക ലഹരിയിൽ ആയിരിക്കുകയാണ്. ഈ മത്സരത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേളയെ 4 വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിശ്ചയദാർഢ്യത്തെ അഭിനന്ദിക്കുന്നു. 24,000 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ബൃഹത് മേളയാണിത്. ഇത്തവണ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നവംബർ 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിലാണ് സംഘടിപ്പിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൗമാര താരങ്ങൾ പങ്കെടുക്കുന്ന ഈ മേള വൻ വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ അണിചേരും. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ വിജയ